ഓൾറെഡി ഈ അവിടെയുള്ള ആക്റ്റീവ് ആയിട്ടുള്ള ടെററിസ്റ്റിനെ കുറിച്ച് ഒരു ഇന്റലിജൻസ് അവിടുത്തെ ഏജൻസീസിന് ഉണ്ട്. അതായത് ആരൊക്കെയാണ്, അതായത് ഈ ആക്റ്റീവ് എന്ന് പറയുമ്പോൾ അവർ സ്ഥിരമായിട്ട് ചില സ്ഥലങ്ങളിൽ സന്ദർശിക്കുകയും അല്ലെങ്കിൽ അവരുടെ പാസ്റ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നോക്കി അവരെന്നാണ് ഇവിടുന്ന് പോയിട്ടുള്ളത്, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ആരെ വരുന്ന ആ ഒരു ഇന്റലിജൻസ് എപ്പോഴും ഉണ്ട്. ഒന്നത്. രണ്ടാമത്, ഈ ഭീകരവാദികൾ ഇപ്പം ചെയ്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അവര് കശ്മീരി ഡ്രസ്സിലൊക്കെ തന്നെയാണ് അവർ വന്നതും. 1-2 പേര് മാത്രം കാക്കി എങ്ങാണ്ട് ഇട്ടിട്ടുണ്ടെന്ന് മാത്രമാണ് അറിഞ്ഞത്. അപ്പൊ ഈ അവര് വളരെ ഈസി ആയിട്ട് തന്നെ ഈ കാട്ടിലൂടെ വന്ന് പിന്നീട് ഗ്രാമങ്ങളിലോ സിറ്റീസിലോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് വളരെ ഈസി ആയിട്ട് മേർജ് ചെയ്യാൻ പറ്റും. അതായത് അതില് മറ്റു ആളുകളുടെ കൂടെ അവരങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലേക്ക് മാറും. പക്ഷെ ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ, അതായത് ഈ ലഷ്കർ തോയ്ബയുടെ ഓപ്പറേഷൻ ആണെങ്കിൽ അവർ അങ്ങനെ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അവർ ചെയ്യേണ്ട, കാരണം അവർക്ക് നന്നായിട്ട് അറിയാം ലോക്കൽസ്, പ്രത്യേകിച്ച് നിങ്ങൾ ഇന്നലത്തെ റിപ്പോർട്ട്സ് ഒക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വരുന്നുണ്ടെങ്കിൽ അവര് ലോക്കൽസ് തന്നെ മുൻപൊന്നും നടക്കാത്ത രീതിയിലേക്ക് പ്രതിഷേധമായിട്ട് കശ്മീർ സ്ട്രീറ്റ്സിലൂടെ നടക്കുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ചോളം അവരുടെ ഒരു ജീവിത മാർഗമാണ് ഈ ടെററിസ്റ്റുകൾ ഇല്ലാതാക്കുന്നത്. ടൂറിസം വന്നില്ലെങ്കിൽ അവരുടെ ജീവിതമാർഗം. അപ്പം ലോക്കൽസിന്റെ ഇടയ്ക്ക് വളരെ ഒരു പ്രതിഷേധം അവിടെ നടക്കുന്നുണ്ട്. അപ്പം ഈ ലോക്കൽസിന്റെ ഇടയ്ക്ക് ആളറിയാത്ത ആരെങ്കിലും പുതിയതായിട്ട് വന്നു കഴിഞ്ഞാൽ അവർ തന്നെ ഇന്റലിജൻസ് കൊടുക്കും. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ കുറച്ചുനാള് ഇങ്ങനെ ഈ മലകളിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഹൈഡ് ഔട്ട്സിൽ തന്നെ തങ്ങാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അവരുടെ ഇന്നത്തെ ടെക്നോളജിയും ഇന്നത്തെ ഇന്റലിജൻസും ബേസ് വെച്ചിട്ട് അവരെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. വരും ദിവസങ്ങളിൽ വളരെ കൃത്യമായിട്ട് തന്നെ ഇത് നടത്തിയ ഈ 6 പേരാണെങ്കിൽ 6 പേരെ അവരെ ന്യൂട്രലൈസ് ചെയ്ത് എന്നുള്ള ന്യൂസ് നമുക്ക് കിട്ടും. കാരണം അങ്ങനെയാണ് കശ്മീരിന്റെ കാര്യങ്ങൾ. കാരണം ഈ അവിടെ ഈ കാട്ടിനുള്ളിൽ തന്നെ പല ലോക്കൽസും ഒക്കെ പോകുന്നുണ്ട്. അവരിൽ നിന്ന് ഇന്റലിജൻസ് കിട്ടും തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാരണവശാലും ഇവർ ആരും രക്ഷപ്പെട്ട് വളരെ അധികം നാളൊന്നും എങ്ങോട്ടും പോകാൻ പോകുന്നില്ല. ഓരോരുത്തരെയും അവരെ കൃത്യമായിട്ട് പ്രൊഫൈലിംഗ് ചെയ്ത് അവരെ ന്യൂട്രലൈസ് ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കശ്മീർ പോലീസ് വൃത്തങ്ങൾ ഇവരുടെ പേരുകളൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലഷ്കർ ഭീകരരായ ആദിൽ ഗുരെ, ആസിഫ് ഷെയ്ഖ് എന്നിവരാണ് വെടിയുതിർത്തത് എന്നാണ് ജമ്മു കശ്മീർ പോലീസ് വൃത്തങ്ങൾ പറയുന്നതും. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ കണ്ടെത്താനും സൈന്യത്തിന് എളുപ്പത്തിൽ പോലീസിന്റെ സഹായവും ഒപ്പം മിലിറ്റൻസ് ആയിട്ടുള്ളവരുടെ സഹായവും ഉണ്ടാവും എന്ന് കരുതാം, അല്ലേ? തീർച്ചയായിട്ടും. അതിന് JK പോലീസ് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പോലീസാണ്. അവര് ധാരാളം വർഷങ്ങളായിട്ട് അവിടെ ഈ മിലിറ്റൻസിയെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അവർക്ക് ഇന്റലിജൻസ് നന്നായിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ആർമിയുടെ തന്നെ വർഷങ്ങളായിട്ടുള്ള ഒരു കൗണ്ടർ ടെററിസം ഗ്രിഡ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഓരോ ഏരിയയിലും അവരുടെ ഒരു ഗ്രിഡ് ഉണ്ട്. നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ ടൂറിസ്റ്റുകൾ നിൽക്കുന്ന സ്ഥലത്ത് മനഃപൂർവ്വമാണ് പല സ്ഥലത്തും ആർമി അല്ലെങ്കിൽ CRPF നിൽക്കാത്തത്. കാരണം അവരവിടെ വന്നു കഴിഞ്ഞാൽ, അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ സമാധാനം ഉണ്ട് എന്നുള്ള ആ ഒരു ഫീല് പോകും. അതുകൊണ്ട് തന്നെയാണ് എവിടെയൊക്കെ ടൂറിസ്റ്റുകൾക്ക് ഒരുവിധം സുരക്ഷ ഉള്ള രീതിയിലേക്ക് പോകാൻ പറ്റുമോ അവിടെയൊക്കെ പോവുക. പക്ഷെ പിന്നീട് ഇപ്പം അമർനാഥ് യാത്ര വരുമ്പോൾ എന്താണ്, അവിടെ ഒരു ഹൈ ടാർഗറ്റ് ആയിട്ടുള്ള ഒരു ഈവന്റ് ആണ്. അപ്പൊ അവിടെ തീർച്ചയായിട്ടും വേറെ ലെവലിലുള്ള ഒരു സുരക്ഷ വരും. പക്ഷെ എല്ലാ സ്ഥലത്തും തുടക്കം മാത്രം നമ്മൾ കാണണോ? ഇതൊരു വലിയ ആക്രമണത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ ഏറ്റവും പുതിയതായി വരുന്ന വിവരങ്ങൾ അനുസരിച്ച് നിയന്ത്രണ രേഖയ്ക്ക് സമീപത്ത് പാകിസ്ഥാന്റെ പ്രകോപനം ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൂഞ്ചിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുന്നു. ഇതിന്റെയൊക്കെ ഭാഗമായി കൂടുതൽ പ്രകോപനപരമായ പെരുമാറ്റം അവിടെ നിന്നുണ്ടാവാനുള്ള സാധ്യത ഉണ്ടായിരിക്കുമോ? ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ അവിടെ അവർക്ക് രാവിലെ മുതലേ ഷെല്ലിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു മറുപടി ആയിട്ടായിരിക്കും ചിലപ്പോൾ അവർ ചെയ്തത്. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും നമ്മളെ ഭാഗത്ത് നിന്ന് പല സ്ഥലത്തും ഒരു ഷെല്ലിംഗ് ഉണ്ടായിട്ടാണ് ഞാൻ ചില റിപ്പോർട്ട്സുകൾ വായിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് ഒരു ആദ്യമായിട്ട് നടക്കുന്ന സംഭവമല്ല. അതായത് കശ്മീരിന്റെ ഉള്ളിലും എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് നടന്നു കഴിഞ്ഞാൽ ലൈൻ ഓഫ് കൺട്രോൾ അത് ആക്റ്റീവ് ആവുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. ഷെല്ലിംഗ് നടക്കാറുണ്ട്. ഷെല്ലിംഗിന് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ഫയർ എക്സ്ചേഞ്ച് നടക്കാറുണ്ട്. അതിന്റെ കുറെ നാളായിട്ട് ഒരു സീസ് ഫയർ ഉണ്ടാകുന്ന വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷെ അത് എനിക്ക് തോന്നുന്നില്ല ഇനി വലിയ രീതിയിലുള്ള അത്ര ഒരു അങ്ങനെ അതേ ലെവലിൽ പോകുമെന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഷെല്ലിംഗ് നടക്കും. പക്ഷെ നമ്മൾ നോക്കുന്നത് ഈ ഷെല്ലിംഗ് അല്ലെങ്കിൽ ലൈൻ ഓഫ് കൺട്രോളിന്റെ മാത്രമല്ല, ഭാരതത്തെ സംബന്ധിച്ചോളം ഭാരതത്തിന്റെ ഒരു ശക്തമായിട്ടുള്ള ഒരു നടപടി അത് വിസിബിൾ ആയിട്ടായിരിക്കും. അത് ഇമ്പാക്ട് അത് വളരെ ശക്തിയായിട്ടുള്ള ഒരു ആയിരിക്കും. അത് കുറച്ചു നാളത്തേക്കെങ്കിലും പാകിസ്ഥാനിന് അടങ്ങിയിരിക്കാൻ പറ്റുന്ന ഒരു ലെസൺ അവർ പഠിക്കും എന്നുള്ള ലെവലിലുള്ള ഒരു നടപടി തന്നെയാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, അത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. കേണൽ, ഇപ്പം കുറേ വിവരങ്ങൾ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, ലഷ്കർ-ഇ-തയ്യബ ഡെപ്യൂട്ടി ചീഫ് സൈഫുള്ള കസൂരിയാണ് ഇതിന്റെ മുഖ്യ ആസൂത്രകനെന്ന്. അദ്ദേഹം ഹാഫിസ് സയ്യിദിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്ന വിവരങ്ങൾ ലഭിക്കുന്നു. പാകിസ്ഥാൻ ആർമി പുതിയതായി ആരെങ്കിലും ഡെപ്യൂട്ടി ചെയ്യുമ്പോൾ അവർക്ക് മോട്ടിവേഷൻ സ്പീച്ച് കൊടുക്കുന്നത് ഈ സൈഫുള്ള കസൂരിയാണെന്ന വിവരങ്ങൾ ലഭിക്കുന്നു. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ അദ്ദേഹം ഈ പറയുന്ന ഈ
അദ്ദേഹം നടത്തിയൊരു പരാമർശമുണ്ട്. ഇന്ന് ഫെബ്രുവരി 2 2026 ഫെബ്രുവരി 2 കശ്മീർ ഞങ്ങൾ പിടിച്ചടക്കും എന്നുള്ള വളരെ പ്രകോപനമായ പ്രസ്താവനയൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് തഹാവൂർ റാണയെ തിരികെ കൊണ്ടുവന്നത്. തഹാവൂർ റാണയും ഹാഫിസ് സയ്യിദുമായുള്ള ബന്ധം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തൊക്കെയാണ് ഇപ്പോൾ ഈ ഭീകരാക്രമണം ഉണ്ടായിട്ടുള്ളത്. പ്രസ്താവനയൊക്കെ അവരുടെ സ്ഥിരം ശൈലിയാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചോളം പാകിസ്ഥാൻ ഇതിൽ 100 ഇരട്ടി ശക്തിശാലിയായിരുന്ന സമയത്ത് അവർക്ക് കാശ്മീരിൽ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല, അതായത് പിടിച്ചടക്കാൻ പറ്റിയിട്ടില്ല. പിന്നെയാണ് ഇപ്പം സ്വന്തം രാജ്യത്തിൽ അവർക്ക് ഭക്ഷണമില്ല, അവർക്ക് ഫുഡില്ല, ഇലക്ട്രിസിറ്റി ഇല്ല. എല്ലാ ദിവസവും അവിടെ ശരാശരി 7 പേര് ഭീകരവാദത്തിൽ തന്നെ മരണം അവരെ തന്നെ ചെയ്യാം. അപ്പോഴാണ് അവർ കാശ്മീർ പിടിക്കാനൊക്കെ നടക്കുന്നത്. അതൊക്കെ അവരുടെ ഒരു എന്താ പറഞ്ഞ ഒരു ആ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വളരെ ലൂസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ അത് ഇടയ്ക്കിടയ്ക്ക് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പാകിസ്ഥാന്റെ ഭീകരവാദികൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. അതൊന്നും നമ്മൾ ആക്ച്വലി പറഞ്ഞ ഇപ്പൊ ഒരു മുഖവിലേക്ക് എടുക്കാറില്ല. പക്ഷെ ഡെഫിനറ്റ്ലി ഇതുപോലത്തെ ഇൻസിഡൻസ് വരുമ്പം തീർച്ചയായിട്ടും ഈ ലിസ്റ്റിലുള്ള എല്ലാവരുടെയും അവരുടെ ജീവൻ ഇനി അടുത്ത എപ്പോഴാണ് എങ്ങനെയാണ് അവർക്ക് എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നതെന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പാകിസ്ഥാന്റെ ഉള്ളിൽ അവർ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്ന ഉള്ള ഒരു രീതിയാണ് ഇപ്പൊ ഭാരതത്തിലുള്ളത്. അത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കൊടുക്കാം, പക്ഷെ അതിന് എത്ര നാള് ആയുസുണ്ട് എന്ന് നമുക്ക് ഇപ്പം പറയാൻ സാധിക്കും.